അത് രാത്രി 8:45 വൈകിയ വേളയിലാണ് ഈ പരിപാടി നടക്കുന്നത്. ഈ വൈകിയ വേളയിൽ പർദ്ദയിട്ട ഹിജാബിട്ട സ്ത്രീകൾ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഭൂരിപക്ഷം കൂടുമെന്നാണ്. പർദ്ദയിട്ട ഹിജാബിട്ട എന്ന സ്ത്രീകൾ കൊണ്ട് എന്നുള്ള ഒരു പ്രയോഗം നടത്തിക്കൊണ്ട് അവർ എന്താണ് ഉദ്ദേശിക്കുന്നത്? രാത്രി 8:45 പർദ്ദയിട്ട ഹിജാബിട്ട സ്ത്രീകൾ മാഹിൻ ഹാജിക്ക് വേണ്ടി പ്രവർത്തനത്തിൽ സജീവമാണ് എന്നതാണോ? അല്ലെങ്കിൽ അവർ എന്താണ് ഈ പ്രയോഗം കൊണ്ട് അർത്ഥമാക്കിയത്? സ്ത്രീകൾ ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്നു, ഇവിടെ ഒരുപാട് സ്ത്രീകൾ എത്തിയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഇത് മാഹിൻ ഹാജിക്ക് വേണ്ടി വിജയിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ മാഹിൻ ഹാജിക്ക് വലിയ ഭൂരിപക്ഷം ഈ തെരഞ്ഞെടുപ്പിൽ കിട്ടുമെന്ന് പറഞ്ഞാൽ അത് നമ്മൾക്ക് മനസ്സിലാക്കാം. പക്ഷെ അവിടെ ഒരു പ്രയോഗത്തിലൂടെ പർദ്ദയിട്ട ഹിജാബിട്ട എന്നുള്ള ഒരു പ്രയോഗം മുസ്ലിം ലീഗിന്റെ വനിതാ വിഭാഗം നേതാവായ ഇവർ നടത്തുകയാണ്. ഇവർ മുസ്ലിം ലീഗിന്റെ വനിതാ വിഭാഗത്തിന്റെ ഉത്തരവാദിത്വം അറിഞ്ഞുകൂടാ. ഞാൻ ഇവരുടെ ഇൻസ്റ്റാഗ്രാം എടുത്ത് പരിശോധിച്ചപ്പോഴാണ് എനിക്ക് ആ കാര്യം മനസ്സിലായത്. ഏതായാലും അത്തരം ഒരു പ്രയോഗം ആദ്യഘട്ടത്തിൽ തന്നെ അവർ നടത്തുകയാണ്. മാഹിൻ ഹാജിക്ക് വേണ്ടി പർദ്ദയിട്ട അല്ലെങ്കിൽ തട്ടമിട്ട സ്ത്രീകൾ രാത്രി വൈകിട്ടും ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ള ധ്വനി അങ്ങനെ സംസാരിക്കുമ്പോൾ അതിലൊരു പ്രശ്നമുണ്ട്. ആ ബോധ്യം ഇവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം എന്നുള്ളത്. രണ്ടാമത്തെ വിഷയം, പർദ്ദയിട്ട തട്ടമിട്ട സ്ത്രീകൾ മാത്രമാണോ മാഹിൻ ഹാജിക്ക് വേണ്ടി രംഗത്തിറങ്ങുന്നത്? അല്ലെങ്കിൽ ഇതിൽ എന്തെങ്കിലും ഇത്തരം സ്ത്രീകൾ ഇറങ്ങിയത് കൊണ്ട് മാഹിൻ ഹാജി എന്ന വ്യക്തിക്ക് എന്തെങ്കിലും പ്രാഗൽഭ്യം കിട്ടുന്നുണ്ടോ? അപ്പോൾ ഇവർ സംവദിക്കുന്നത് ആരോടാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാസർഗോഡ് ജില്ലയിലെ മുള്ളേരിയിൽ വെച്ചാണ് ഈ യോഗം നടന്നതെന്ന് അവർ തന്നെ പറയുന്ന പ്രസംഗത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നു. അപ്പോൾ മുള്ളേരിയിൽ നടക്കുന്ന ആ സംഗമത്തിൽ അവിടെ കൂടിച്ചേർന്നിരിക്കുന്ന ആളുകളോടാണ് ഇവർ സംവദിക്കുന്നത്. അവിടെ കൂടിച്ചേർന്നിരിക്കുന്ന ആളുകൾ പർദ്ദയിട്ട തട്ടമിട്ട സ്ത്രീകളാണ്. അപ്പോൾ അവരോട് സംവദിക്കുമ്പോൾ പർദ്ദയിട്ട തട്ടമിട്ട സ്ത്രീകൾ മാഹിൻ ഹാജിക്ക് വേണ്ടി രാത്രിയിട്ടും ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് വലിയ കാര്യമാണ് എന്നും ഇത് വലിയ ഭൂരിപക്ഷത്തിലേക്ക് എത്തിക്കാനുള്ള കാര്യമാണ് എന്നുമാണ് അവർ പറഞ്ഞു വെക്കുന്നത്. ഇതിൽ വലിയൊരു അപകടമുണ്ട്. അത് മുസ്ലിം ലീഗ് എല്ലാ കാലത്തും സ്വീകരിച്ചിട്ടുള്ള അവരുടെ ഒരു നയപരമായ സമീപനത്തിന്റെ കൂടി ബാക്കി കൂടി നമ്മൾക്ക് കേട്ടു നോക്കാം. നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ മെയ് 4 വെട്ടിപ്പൊട്ടിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിന് നമ്മുടെ മായിൻച MLA ആയിക്കൊണ്ട് ഇവിടെ വരുമെന്ന കാര്യത്തിൽ നമുക്കാർക്കും സംശയമില്ല. മറിച്ച് നമ്മൾ എന്തിനാണ് ഇങ്ങനെ ഒരു കുടുംബ സംഗമം സംഘടിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാലോ ഇവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ ആരൊക്കെയാണെന്ന് നമുക്കറിയാം. എനിക്ക് പേര് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ആരാണ് നമ്മളുടെ എതിരാളി